ഹല്ലേലൂയ 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 കർത്താവേ യേശുവേ യേശുവേ യേശുവേ. ഇതെന്താ വിഷയം എന്ന് പറയണത്? ഞാൻ അവരോട് പറഞ്ഞെന്താ ഇസ്രായേൽ, ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ ഒരു ചുമതലയാണ്. നിങ്ങളുടെ ദൈവവും നിങ്ങളും തമ്മിലുള്ള ജീവിതത്തിൽ അത് വ്യാഖ്യാനിച്ച് തരേണ്ടത് വരണത്. പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ രീതികൾ മനസ്സിലാക്കണം. കൃപാസനത്തിൽ എൻ്റെ മക്കൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സങ്കല്പമായിട്ട് ഇവിടെ ചെയ്തിരിക്കണമല്ല. ജീവിക്കണ ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇല്ലേ? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, സത്യദൈവവുമായി വ്യക്തിപരമായി ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ, ശക്തി തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ അതാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഇത് പാലിച്ചു കൊണ്ടുപോകാനുള്ള. അപ്പോൾ ഒരു കാരണവശാലും പച്ചത്തിരി കത്തിച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന ഒരു കാരണവശാലും മുടങ്ങരുത്. കാര്യം ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദൈവത്തിൻ്റെ ശക്തി വേണം. ഉടമ്പടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ? ഉടമ്പടി വിഷയങ്ങളെ ഇപ്പോൾ ഒരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞ്, അമ്മച്ചി എന്താ സാക്ഷ്യം പറഞ്ഞത്? അമ്മയോട് അമ്മ വീട്ടിൽ ചെന്നപ്പോൾ മകന് വിളിച്ചിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ അച്ഛനെ കണ്ടോയെന്ന് ചോദിച്ചു, ഇല്ലേ? അതിന് മറുപടി അമ്മച്ചിക്ക് ഇല്ലായിരുന്നു. അമ്മച്ചി നുണയാണ് പറഞ്ഞു. പക്ഷേ അത് അമ്മയെ അടിസ്ഥാനപ്പെടുത്തിയാണത് പറഞ്ഞത്. അവന് മകൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാ അച്ഛനെ കണ്ടു, അച്ഛൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഒരു പുതുവത്സര സമ്മാനം നിനക്ക് തരുമെന്ന് പറഞ്ഞു, ഇല്ലേ? പുതുവത്സരം. ഈ വത്സരങ്ങൾ, വർഷങ്ങൾ, ഡേറ്റുകൾ, മാസം, സമയം, ഇതൊക്കെ കൃപാസനത്തിലെ അമ്മയുടെ വിഷയങ്ങളാണ്. എങ്ങാനും ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് ഇന്ന് എത്രയോ പേരാ അത് പറഞ്ഞത്? സ്വാധീനമുണ്ടെന്ന്. അധികാരമുണ്ടെന്ന് ഞാൻ പറയണില്ല. അധികാരം ദൈവത്തിനല്ലേ? ദൈവത്തോട് ചേർന്ന് മധ്യസ്ഥം വഹിക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് സ്വാധീനം വരുന്നത്. അപ്പോൾ അവർ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു പുതുവത്സരത്തിൽ. അപ്പോൾ ആ ഡേറ്റിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അമ്മ പാറ പോലെ അങ്ങനെ ആ ഡേറ്റിൽ ഉറച്ച് നിൽക്കുകയാണ്, ചലിക്കാതെ നിൽക്കുകയാണ്. അപ്പോഴങ്ങനെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഉടമ്പടി നിബന്ധനകളിൽ ഉറച്ചു നിൽക്കണമെന്ന് വിചാരിച്ചോ? അപ്പം നമ്മൾ ആരായി മാറും? പാറയായിട്ടാണ് മാറണത്. പിന്നെ ഭവനം പണിയാൻ എളുപ്പമായിരിക്കും ദൈവത്തിന്. ഉടമ്പടി നിബന്ധനകളെ നമ്മളെ ആരാക്കി മാറ്റും? പാറയാക്കി മാറ്റും. നിബന്ധനകളാണ് പ്രശ്നം. ഉടമ്പടി നിബന്ധനകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ, ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴേ പത്രോസ് കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രധാന ആചാര്യനെ ഭൃത്യൻ്റെ പെട്ടലിക്കിട്ട് വെട്ടിയില്ലേ വാളൂരി? അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? നിൻ്റെ വാള് ഉറയിലിടുക എന്ന് പറഞ്ഞല്ലേ? പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം, യോഹന്നാൻ്റെ സുവിശേഷം 18:11, നിൻ്റെ വാള് ഉറയിലിടുക. പക്ഷേ ആ ഒരു കാലാവസ്ഥയിൽ പത്രോസിനോട് ഈശോ അങ്ങനെ പറയണത് ബുദ്ധിപരമാണോ? അല്ല. കാര്യം കർത്താവിന് കൈകൊണ്ട് പോലും പത്രോസിനെ സഹായിക്കാൻ പറ്റാതിരുത് കൈ വെട്ടിച്ചിരിക്കുക. ഉള്ള കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും രാജ്യം വിട്ടു പോയി. പത്രോസ് ഒറ്റയ്ക്ക് നിന്ന് കർത്താവിന് വേണ്ടി പൊരുതുക. അപ്പോഴേ ശത്രുക്കളെ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പത്രോസിന് അവിടെ നിൽക്കക്കല്ലുണ്ടോ? നിൽക്കാൻ പറ്റുമോ? അവൻ ഒറ്റക്കല്ലേ ഉള്ളൂ, അല്ലേ? അവരുടെ കയ്യിലൊക്കെ നിറച്ച് വാളുണ്ട് താനും. അപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ വാള് എല്ലാവരുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുന്നു. പത്രോസ് അതിൽ ധൈര്യം കാണിച്ച് വെട്ടുകയും ചെയ്തു. പത്രോസിന് ഉള്ള വാള് കൂടി ഒഴിവാക്കാൻ പറയാൻ പറ്റുമോ? പറയണ ബുദ്ധിയാണോ? ഇല്ല. തടുക്കാൻ പോലും കയ്യിലൊന്നും ഉണ്ടാകത്തില്ല അവർ വെട്ടുകയാണെങ്കിൽ. പക്ഷെ എന്നിട്ടും കർത്താവ് പത്രോസിനോട് പറഞ്ഞു, വാള് ഉറയിലിടാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഇടക്ക് ഓർക്കുകയെ, യൂദാസിനോടാണെങ്കിൽ കർത്താവ് പറയത്തില്ല. എന്താ? അവൻ വാൾ ഉറയിലിടത്തില്ല.
പിന്നെ ഇപ്പം ചാകാൻ പോകുമ്പോഴാണെങ്കിൽ വാൾ കൂടി ഉടറിയിട്ട് അവരെന്നെ കഷ്ണം തിരിക്കും. എന്ത് വചനമാണെന്ന് ഞാൻ ജീവൻ പണയം വെച്ചുള്ള പണിക്ക് ഞാനില്ല. യൂദാസ് വാളുറയിടത്തില്ല. യൂദാസിനോടാണ് കർത്താവ് വാളുറയിടാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യൂദാസ് പറയും, കർത്താവ് ഇപ്പം എല്ലാം ഞാൻ അനുസരിക്കും, ഇപ്പം അനുസരിക്കത്തില്ല. അനുസരിച്ച് കഴിഞ്ഞാൽ ഇവരെൻ്റെ പെടലിയെടുക്കും. ഇപ്പം ഞാൻ വാളുറയിൽ വചനം അനുസരിക്കുന്നത് വിവേകമല്ല. ജീവൻ പണയം വെച്ചുള്ള വചനം അനുസരിക്കലൊന്നും വേണ്ട, ഇല്ലേ? അതാണ് സംഭവം. അപ്പോൾ എന്തുകൊണ്ട് പത്രോസിനോട് കർത്താവ് പറഞ്ഞു വാളുറയിലിടാൻ? എന്താ? അവനവൻ്റെ ജീവനേക്കാളും കർത്താവിൻ്റെ വചനം അനുസരിക്കുമെന്ന് കർത്താവ് പത്രോസിൽ വിശ്വസിക്കുന്ന കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങ് നൽകുന്ന വചന പ്രബോധനത്തെയും നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും വചനത്താൽ സ്പർശിച്ച് അഭിഷേകം ചെയ്തതിനെയും നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ചു ചില പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നിന്നോട് പറയുമ്പോൾ നീ എന്താണ് കരുതേണ്ടത്? ചില പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നിന്നെ നിർബന്ധിക്കുമ്പോൾ എന്താണ് നീ കരുതേണ്ടത്? നിന്നെ കർത്താവ് പത്രോസിൻ്റെ സ്ഥാനത്ത് കാണുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ അല്ലെങ്കിൽ പാലിക്കാൻ പ്രയാസമുള്ള വചനങ്ങൾ പാലിക്കാൻ നീ ബാധ്യസ്ഥമായി തീരുമ്പോൾ, അത് നിന്നോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് നിന്നെ ആരായിട്ട് കരുതുന്നു? പത്രോസായിട്ട് കരുതുന്നു. പത്രോസായിട്ട് കരുതിയാൽ കർത്താവ് നിന്നെ എന്തെന്ന് വിളിക്കും? ഖെഫാ എന്ന് വിളിക്കും. പത്രോസായിട്ട് നിന്നെ കരുതിയാൽ കർത്താവ് നിന്നെ എന്തെന്ന് വിളിക്കും? ഖെഫാ, റോക്ക്. ഐ ആം ദിസ് റോക്ക്, ഐ ഷുഡ് ബിൽഡ് മൈ ചർച്ച്. അല്ലേ? ഞാൻ നിന്നെ പാറ എന്ന് വിളിക്കും. പിന്നെ എന്താ കർത്താവ് പറയണത് അടുത്ത വാക്കിലെ? ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. ദൈവവേദലേ, നിന്നെ പാറയെന്ന് കർത്താവ് കണ്ടു കഴിഞ്ഞാൽ കർത്താവിന് നിൻ്റെ മേൽ ആധ്യാത്മിക ഗോപുരങ്ങൾ, സ്വർഗീയ ജലസരം പണിയാൻ എളുപ്പമായിരിക്കും. എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം? ദൈവവചനം കേൾക്കുകയും, ഒന്ന് പറഞ്ഞേ, മത്തായിയുടെ സുവിശേഷമാണ് 7:24. മത്തായി 7:24. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. മക്കളെ, ദൈവവചനം കേൾക്കുകയും പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ. ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? ഒന്ന് ദൈവവചനം കേൾക്കുക, രണ്ടാമത്തെ എന്താണ്? അതാണ് സംഭവം. ഇപ്പം നമ്മൾ ഉടമ്പടി നിബന്ധനകളിലൂടെ അതാണ് ചെയ്യണത്, ഇല്ലേ? ഉടമ്പടി നിബന്ധനകൾ നമ്മളെ പാറയാക്കി മാറ്റുമെന്ന് പറഞ്ഞ കാര്യം അതാണ്. ഞാൻ തൃശ്ശൂർ പൊറനാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് പ്രസന്ന ജോസ്, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസ്, എൻ്റെ മകളുടെ പേര് അന്നമേരി. അപ്പോൾ എൻ്റെ ഭർത്താവിന് എന്താ പറയുക, ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാനാണ്. എൻ്റെ അമ്മ ഇത്ര എനിക്ക് നന്ദി തന്ന് പറഞ്ഞതിന് എത്ര കോടി നന്ദി പറഞ്ഞാലും അറിയില്ല. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഇത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് എത്ര ഉയർന്ന എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്ര മുകളിലാണ് എൻ്റെ അമ്മ എന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ഒരു 3 കൊല്ലമായിട്ട് മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ഉണങ്ങാറേ ഇല്ല. പല ഡോക്ടർമാരെ കാണിച്ചു. ഞങ്ങളുടെ ബന്ധത്തിൽ ഒരാൾ ഇങ്ങനെ വീഡിയോ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ വീഡിയോ ഇട്ട് തരാറുണ്ട്. ഞാൻ അതെല്ലാം കേട്ടിട്ട് പറയും, എൻ്റെ അമ്മേ ഈ മുറിവ് ഒന്ന് ഉണക്കി തരണേന്ന്. പക്ഷേ അമ്മ ആ മുറിവ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നേക്കാന്ന് പറഞ്ഞ ആളിനെ. പക്ഷെ അമ്മ അന്ന് മുതൽ ആ മുറിവ് ഉണക്കി, എന്താ പറയുക, കാലിലെ തുടയിലെ മാംസമൊക്കെ വെക്കണമെന്നും അത്ര വലിയ മുറിവായിരുന്നു. പക്ഷെ അതൊന്നും ആക്കില്ല. അമ്മ മുറിവ് ഉണക്കി.
ആ ഉണങ്ങിയ ശേഷം ഞാനിവിടെ ഒരു സീറോ ബാലൻസിൽ ഭയങ്കര ദുഃഖത്തിലും സങ്കടത്തോടാണ് ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ തോന്നി. അങ്ങനെ ഉടമ്പടി എടുത്തു, നിയോഗങ്ങളും വെച്ചു. എൻ്റെ മകൾക്ക് ഈ താടിയുടെ ഇവിടെ എല്ലുണ്ടായിരുന്നില്ല, തലയുടെ വലിയ സർജറി ഉണ്ടായിരുന്നു. മോള് ജനിച്ചപ്പോൾ കൈവിരലുകളെല്ലാം കൂട്ടിച്ചേർന്നിട്ടും തലയുടെ വലിയ എല്ല് വളർന്നിട്ടുമായിരുന്നു. കാലിൻ്റെ വിരലും കൈയുടെ വിരലും ഒക്കെ അങ്ങനെ ആയിരുന്നു. മുഖം വേറെ വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടിയിൽ ഞാൻ സർജറിക്കുള്ള ഡേറ്റൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി, നിയോഗം വെച്ച് വീണ്ടും പോയി തിരിച്ച് ഞാൻ ഇവിടെ അച്ഛനൊന്ന് കാണണമെന്ന് അങ്ങനെ തോന്നി മനസ്സിൽ. നീ പോ, എൻ്റെ അമ്മ പറയണ പോലെ എനിക്ക് തോന്നി, നീ അങ്ങോട്ട് പോ. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ജോസഫച്ചനെ കാണാനുള്ള ടോക്കൺ എനിക്ക് കിട്ടി. അച്ഛനെ കണ്ടു, മോളെ ആശീർവാദം വെച്ചു, കുഴപ്പമില്ല, നീ സുഖപ്പെടും, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ തിരിച്ച് സർജറിക്കായിട്ട് അവിടെ പോയപ്പോൾ പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ സ്കാനിങ് ചെയ്യണം. ഇനി എന്തിനാ, എല്ലാം ചെയ്തില്ലേ, നമ്മൾ അഡ്മിറ്റ് ആയിക്കോ, നമുക്ക് പിന്നെ നോക്കാം. ഇല്ല, എനിക്ക് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇവൾ സ്കാനിങ്ങിനൊന്നും എന്ന് വെച്ചാൽ കുട്ടി നിൽക്കാറില്ല. മരുന്ന് കൊടുക്കുമ്പോൾ ഛർദ്ദിക്കും, മയക്കിയിട്ടാണ് ഇത് ചെയ്യണേ. കുട്ടി അങ്ങനെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഉറങ്ങുകയില്ല. സ്കാനിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നത്തെ ഒരു ദിവസം ഭയങ്കര കഷ്ടപ്പാടാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. കുട്ടിക്ക് സ്കാനിങ് ചെയ്താലല്ലേ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന്. പക്ഷെ ആ സമയത്ത് ഉടമ്പടി എടുത്ത് പോയ ലോക്കറ്റ് ഞാൻ ഈ കുട്ടിയുടെ സോക്സിൻ്റെ ഉള്ളിൽ വെച്ചു. സ്കാനിങ് സമയത്ത് മരുന്നും കൊടുത്തു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ സ്കാനിങ് സമയത്ത് എന്നോട് പറഞ്ഞു സോക്സ് പാടില്ല എന്ന്. ഇല്ല, എൻ്റെ മോൾക്ക് തണുപ്പടിക്കുമെന്ന്. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. ഞാൻ ആളാണ് കയറുക സ്കാനിങ്ങിന്. എനിക്ക് എൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പേടിയാണ്. പക്ഷേ അന്ന് പറഞ്ഞു ആൾ കയറണ്ട, നീ കയറണമെന്ന്. പക്ഷെ ഞാനവിടെ കൈ കൂപ്പി എൻ്റെ അമ്മേനെ എന്തോരം വിളിക്കണോ അത്രേ ഇതിൽ ഞാൻ വിളിച്ചു, കരഞ്ഞു. കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ 20 മിനിറ്റിനുള്ള ഒരു സ്കാനിങ് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങ് കഴിഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ചേച്ചി ഇങ്ങനെ കരയണേ, പേടിച്ചിട്ടാ? ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇന്നും ആൾ ചോദിച്ചു സ്കാനിങ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പോൾ അത്ഭുതം നടന്നല്ലോ എന്ന് ആൾ പറഞ്ഞു. ഇതെന്താ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ അവിടെ ഒരിക്കൽ എൻ്റെ അമ്മ ഉടമ്പടിയിൽ ഞാൻ എടുത്ത ഉടമ്പടിയിൽ നിന്നപ്പോൾ എൻ്റെ അമ്മ വന്ന് എൻ്റെ കുട്ടികളുടെ മേത്ത് തൊടാനും എൻ്റെ അമ്മ ഞാൻ അതുപോലെ തന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. ആൾ പറഞ്ഞു 38 നമുക്ക് ടോക്കൺ കിട്ടിയേ. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക, അവിടെ അത്ഭുതം തോന്നി. 8ാമത്തെ ഡോക്ടർ നമ്മളെ പുറത്തേക്ക് വന്ന് വിളിക്കണു, വായോന്ന്. ഡോക്ടർ ഡോക്ടർ എഴുന്നേറ്റ് നിർത്തും, നിങ്ങളുടെ മകൾക്കേ ഇപ്പോൾ സർജറി വേണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോണം. അതെന്താ ഡോക്ടറെ, എന്താ കാരണം എന്ന് ചോദിച്ചു. നിങ്ങളുടെ മകൾക്ക് ഇവിടെ എല്ല് ഉണ്ടായിരുന്നില്ല, ഇത് നോക്ക്, കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നു, എല്ല് കണ്ടോ, ഇവിടെ കുഞ്ഞതായിട്ട് വളരുന്ന കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തന്നെ അതിശയായി, എന്താ ഇത്? ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു എന്ന് പറഞ്ഞു. അപ്പം തന്നെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ മേടിച്ച എന്താ പറയുക, CD ഒന്നും വാങ്ങിയില്ല. നമുക്ക് പറഞ്ഞു നമുക്ക് കൃപാസനത്തിലേക്ക് പോവാം. ഇതേ മാസത്തിലാണ് കേട്ടോ ജപമാല റാലിയൊക്കെ പറഞ്ഞൊരു ഇതിൽ. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു, അതേ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് വന്നു. ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിൽ കാശൊന്നും അറിയാമല്ലോ, ഇത്രയൊക്കെ സർജറി വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ 2000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇന്ന കാര്യത്തിനാണ്, ജപമാല റാലി പോണ്ടല്ലോ, അതിന് എൻ്റെ വകയായിട്ട് ഇത്രയേ ഉള്ളൂ, ഇതവിടെ സമർപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദശംശമായിട്ട് കൊടുത്തിട്ട് തിരിച്ചു പോയി. ഒരു കുറേ നാളത്തേക്ക് പല മോൾക്ക് മാറ്റങ്ങൾ വന്നു, മുഖമാറ്റങ്ങൾ വന്നു. സർജറിയോടെ അവൾക്കിവിടെ ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കഫക്കെട്ടും പനി പല ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ആൾ വന്ന് കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പിറ്റേ ദിവസം മുതൽ ഇരിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന ആയി, കുടുംബത്തിൽ ഇച്ചിരി സമാധാനമായി. ഭയങ്കര ഡ്രിങ്ക്സ് അടിയായിരുന്നു. എന്നുവെച്ചാൽ ഒരാളൊരു 10-15 വയസ്സായപ്പോൾ തുടങ്ങിയതാ. എന്നുവെച്ചാൽ അത്രയ്ക്ക് എൻ്റെ മോൾക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. വീട്ടിൽ ഇതേ പറഞ്ഞ് കുടുംബപരക്ക പറ്റില്ല. രാവിലെ വണ്ടി കാറും എടുത്തിട്ട് പോകും, ഈ കുടിച്ചിട്ട് ചിലപ്പോൾ 2 പേരായിരിക്കും കൊണ്ടുവിടാം. ഞാൻ അമ്മയോട് ഇതിവിടെ വന്ന് നിയോഗം വെച്ചു, എൻ്റെ അമ്മേ ഇതൊന്ന് മാറ്റിത്തരണം. മുട്ടുകുത്തിയിട്ട് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ടാ കരയുക. പക്ഷേ എൻ്റെ അമ്മ അതും കേട്ടു, ആ വലിയ മദ്യപാനവും മാറ്റി തന്നു. ഇത്രയൊക്കെ നന്ദി. എൻ്റെ അമ്മ ഇത്ര വലിയ ഉയരത്തിലാണ് ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ടോട്ടലായിട്ട് എൻ്റെ ശരീരം, എൻ്റെ ഡ്രസ്സ്, എൻ്റെ മാറ്റങ്ങൾ, മുഖത്തെ പൊട്ട്, ഇതൊക്കെ അമ്മ കളഞ്ഞു. എനിക്കിനി പൊട്ട് വേണ്ട,
പൊട്ടു കളഞ്ഞു. എൻ്റെ ടോട്ടൽ നമ്മുടെ വീടേ മാറ്റി ചേഞ്ചാക്കി. ആൾ മാറി, വീട്ടിൽ മാറി, കുടുംബത്തിന് സമാധാനമായി. ഞാൻ എന്താ പറയുക, നമ്മൾ ഉള്ള സാമ്പത്തിക നല്ലൊരു ഉയർന്ന സാമ്പത്തികം 13 ഏക്കർ സ്ഥലമുള്ള ഫാമിലിയിലെ ആളാണ്. പക്ഷെ സ്ഥലം വിൽക്കാൻ പറ്റില്ല, നമ്മുടെ വീട്ടിൽ ആരും സഹായിക്കാനില്ല. സാമ്പത്തികം ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ആരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളില്ല, ആരുമില്ല. നമ്മളെല്ലാം പുറത്ത്, ആരും നമുക്കില്ല. ഏതൊരു ഇതിൽ പോയാൽ നമുക്കൊരു വിലയില്ല. പക്ഷേ ഇപ്പം എൻ്റെ അമ്മ വന്ന് എന്നെ എത്രയോ മുകളിലാണ് എന്നെ നിർത്തിയിരിക്കണതെന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടായ്മയിൽ പോയാലോ ഏത് ഇതിൽ പോയാലോ എവിടെ വന്നാലോ ടോട്ടൽ ഞങ്ങൾ വീട്ടിൽ ചേഞ്ച്. അതാ പറഞ്ഞാൽ നമ്മൾ നിലവിളിച്ച് ദൈവത്തെ വിളിച്ചാൽ ദൈവം നമുക്ക് അത് തരും എന്നുള്ളത് നല്ല വിശ്വാസമുണ്ട്. നമ്മൾ അത്ര കരഞ്ഞിട്ട് നമ്മുടെ ദൈവത്തിനെ മുട്ടുകുത്തി നിങ്ങളെല്ലാവരും പല നിങ്ങൾ വിഷമങ്ങളും കൊണ്ട് ഇവിടെ വന്നിരിക്കുക. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് അത് സാധിക്കാത്തതൊന്നുമില്ല. നമ്മുടെ അമ്മ അത് സാധിക്കുന്നു. നല്ല ഞാൻ ജീവനുള്ള ഈശോനെയാണ് കാണുന്നത്. ഞാൻ അമ്മേനെ അതുപോലെ തന്നെ എൻ്റെ പരിശുദ്ധാത്മാനെ ഞാൻ ഈ നിൽക്കുമ്പോഴോ എൻ്റെ മുന്നിൽ അമ്മയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഞാനല്ല ഇത് സംസാരിക്കണത്. എന്താ പറയുക, എൻ്റെ കുർബാനയ്ക്ക് പോയി ഞാൻ മുട്ടുകുത്തുമ്പോഴോ എന്നെ താഴെ വരെ മുട്ടുകുത്തിക്കും, കുമ്പിടിക്കും. ഞാൻ ജീവനുള്ള ഈശോനാണ് കാണുന്നത്. എൻ്റെ മകളിനെ കാണുമ്പോൾ ഈ സിൽവർ അമ്മയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇവൾ കളിച്ചിട്ടൊക്കെ ഇരിക്കും. അമ്മ അവളുടെ അത്രേ രൂപത്തിൽ തിളങ്ങും. അപ്പോൾ ഞാനിതെന്താ കാണുന്നതെന്ന് അന്തിച്ചു പോയി. പക്ഷേ ഞാൻ ജപമാലയൊക്കെ ഭയങ്കര സ്പീഡിൽ ചെല്ലുമ്പോൾ അമ്മ വന്നിട്ട് പറയും, നന്മ നിറഞ്ഞ മറിയമേ ചെല്ലാൻ. അപ്പോൾ ടോട്ടൽ ഞാൻ 3 രഹസ്യമാകുമ്പോൾ ടോട്ടൽ ഞാൻ മാറും. ആൾക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ ആൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കുക. പല സമയം ചോദിക്കും, നിർത്ത് മതി എന്ന് പറയാറുണ്ട്. പക്ഷെ അവിടെ ഈശോ സംസാരിക്കും, അമ്മ സംസാരിക്കും. മുട്ടോടെ ഫുൾ ടൈമോ ഞാൻ എന്താ പറയുക, സിനിമ പാട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾ ഫുൾ ടൈം എൻ്റെ വീട്ടിൽ ആൾ ചോദിക്കൂ, ഇതെന്താ പള്ളിയാക്കി മാറ്റിയോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ വന്നപ്പോൾ പല രീതിയിൽ ഞാൻ വീട്ടിലിത് ജപമാലയൊക്കെ ചെല്ലുമ്പോൾ ആൾ ചോദിക്കൂ, ഇതെന്താ പ്രാർത്ഥന പള്ളിയാന്ന് ചോദിക്കും. ആ ആൾ ടോട്ടലായിട്ട് എല്ലാ ധ്യാനം കേന്ദ്രത്തിൽ പോയി നമുക്ക് ഇന്നടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആൾ വരും. കാരണപ്രവൃത്തി ഞാൻ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ ഇത്രയൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം കൊണ്ടും 2000, 3000, 4000 ധ്യാനകേന്ദ്രത്തിലായാലും 10000 ആയാലും ഞാൻ കൊടുക്കേണ്ട എടുത്ത് ഉയരങ്ങളായിട്ട് കൊടുത്തോണ്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് 10 പൈസ ഇപ്പോൾ ഒരു 50000 വന്നാൽ അതിൽ 10 കാരുണ്യ പ്രവർത്തിക്കുക. പിന്നെ അതുപോലെ എൻ്റെ അമ്മായിയമ്മ വയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് സാമ്പത്തികമായി വരുന്നപ്പോൾ എന്നെ ആരും നോക്കാനോ അമ്മേനെ നോക്കാനോ ആരും എൻ്റെ ഭർത്താവിനെ എന്നെ അടുപ്പിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കൊരു ദിവസം അമ്മേനെ നോക്കണമല്ലോ എന്ന്. പക്ഷേ എനിക്ക് ഒരമ്മേനെ കുളിപ്പിക്കാൻ വേറെ ഈശോ ആക്കി തന്നു. അപ്പോൾ എൻ്റെ ഈശോ എവിടെ എന്നെ ഇരുത്തിയിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇത് സാധിക്കും. പ്രേക്ഷിക പ്രവർത്തനം ഞാൻ പത്രം കൊണ്ടുപോയിട്ട്, എനിക്ക് കുട്ടിയാണ് ദൂരേക്ക് കൊണ്ടുപറ്റാൻ, ഭർത്താവ് വണ്ടി ഓടാനൊക്കെ പോകുമ്പോൾ കൊടുക്കും. പക്ഷെ അവരൊക്കെ ചോദിക്കും, അയ്യോ ജോസിൻ്റെ ഈ മാസത്തെ പേപ്പർ കൊണ്ടുവന്നില്ലല്ലോ എന്ന്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത്രയും ഇത് കൊടുക്കുന്നവർ എന്നെ പോലെ വേദനിക്കുന്ന കുറേ പേരുണ്ടാവും. അവർക്കൊക്കെ സുഖമാവണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കുക. പക്ഷേ എനിക്ക് പറ്റുന്ന പേപ്പറുകൾ കൊടുക്കുമ്പോൾ എനിക്ക് ശക്തിയാണ് കിട്ടുക, എനിക്ക് അനുഗ്രഹമാണ് കിട്ടുക. പക്ഷേ എനിക്ക് ദൂരെ ഒന്നും പോകില്ല. എന്നാലും പേരമംഗലം സ്കൂട്ടി ഓടിച്ചിട്ട് പോകും. സ്കൂട്ടിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വണ്ടി വന്നിട്ട് ഒരു പ്രാവശ്യം ഭയങ്കര ഒരു ചെറിയ ഇടുക്ക് വഴിയായിരുന്നു. എൻ്റെ വണ്ടി മറിഞ്ഞ് പോകേണ്ട ഇതിൽ എന്നെ വന്നിട്ട് ഈശോ പിടിക്കുകയാണ്. കയ്യിൽ ആ ചൂടുണ്ട്, വണ്ടി നേരെയാക്കി. എനിക്ക് ഏതോ ഒരു അപകടമോ ഒന്നും വരില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഒരു വിശ്വാസം പ്രമാണം സ്വർഗ്ഗസ്നാ ചെല്ലിപ്പോയാൽ ഈശോ എൻ്റെ മുന്നിൽ, വണ്ടിയുടെ മുന്നിൽ പോകണത് കാണാം, അമ്മ എന്നെ പോണത് കാണാം. ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഇത്രയ്ക്ക് അനുഗ്രഹം തന്നതിനും ഇവിടെ വന്ന് അച്ഛൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയതിനും ഞാൻ നന്ദി പറയണു. ജോസപ്പച്ചനും നന്ദി പറയണേ. ജോസപ്പച്ചനാണ് എൻ്റെ മോളുടെ തലയിൽ കൈവച്ച്. അന്നു മുതൽ അച്ഛൻ ടോട്ടൽ ഞാൻ 2-3 പ്രാവശ്യം അച്ഛനെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ അച്ഛൻ കൈവച്ചപ്പോൾ എൻ്റെ മോളുടെ ടോട്ടലായിട്ട് മാറി. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിഷമങ്ങളും മാറി. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്. ഞാൻ തൃശ്ശൂർ പൊറനാട്ടുകര ഇടവിൽ നിന്ന് വരുന്നു. ഞാൻ നല്ലമാതിരി കുടിക്കുന്ന ആളായിരുന്നു. മദ്യപാനം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി. ഇപ്പോൾ കുടുംബപ്രാർത്ഥന ഉണ്ടായിരുന്നില്ല, പള്ളിയിൽ പോക്കുണ്ടായിരുന്നില്ല, കുംസാരം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പള്ളിയിൽ പോയി തുടങ്ങി, കുടുംബപ്രാർത്ഥനയായി, കുംസാരിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ മാസം കുംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പേപ്പർ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പേപ്പർ ഞാൻ കൊണ്ടു ചെല്ലുമ്പോൾ ഒരു മാസത്തിൽ ഇപ്പോൾ 2 ദിവസം വൈകി പറയും, ജോസ് വന്നില്ലല്ലോ, ജോസിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പേപ്പർ കാത്തിരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പേപ്പർ കൊടുക്കണ പ്രേക്ഷിത ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യവേല വെച്ചിട്ടുണ്ടെങ്കിൽ കാരുണ്യപ്രവർത്തനം എൻ്റെ കയ്യിലുള്ള പൈസ
എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ല, ഉള്ള പൈസ ഞാൻ എന്തെങ്കിലും അസുഖക്കാർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. വേറെ ഇതൊന്നുമില്ല. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ആമേൻ. എൻ്റെ പേര് ജാൻസി, ഇത് ഹസ്ബൻഡ് രാജേഷ്. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2019 ജനുവരിയിലായിരുന്നു ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ കഴിഞ്ഞു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു. ഡോക്ടറെ അടുത്തൊന്നും കാണിച്ചില്ല. അതിനിടയ്ക്കൊക്കെ അതിന് മുന്നേ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിച്ചിരുന്നു ഒരുപാട് വർഷം. ലാസ്റ്റ് കാണിച്ച ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഇത്രയും 10 വർഷം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. ഇനി നിങ്ങൾ IVF ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അതിനിടയ്ക്കൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയും ഒക്കെ വന്നിരുന്നു. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് IVF ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടിയെ പറ്റി അറിയുന്നതും കൃപാസനത്തിൽ വന്ന് 2019 ജനുവരിയിൽ ഉടമ്പടി എടുക്കുന്നതും. പിന്നീട് എല്ലാ മാസവും ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു. കാരുണ്യ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം ഒക്കെ ചെയ്തു. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങൾ ആ ഉടമ്പടി ഞങ്ങൾ ചെയ്തു പോന്നിരുന്നു. കാരുണ്യ പ്രവർത്തനം ഞങ്ങൾക്കുണ്ടാവുന്ന വിധത്തിലുള്ള ഭക്ഷണം, ഒരു നേരം ഭക്ഷണം കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം ഞങ്ങൾ ഹോസ്പിറ്റലിലും ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പിന്നെ 8 മാസത്തിന് ശേഷം വീണ്ടും ജോസഫ് അച്ഛനെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും പരിശുദ്ധ അമ്മയുടെ അടുത്തും ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലും കൊണ്ടുപോയി ഞങ്ങളെ നിർത്തിയിട്ട് പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ നാഥൻ്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുപോയി നിർത്തി അച്ഛൻ പറഞ്ഞു, ഇവരുടെ രക്തത്തിൽ പിറക്കുന്നതുമായി കുഞ്ഞു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുത്തു. പിറ്റേ ദിവസത്തെ അൾത്താരയിൽ നിന്ന് അച്ഛൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ, കോഴിക്കോട് നിന്ന് വന്ന ഇന്നലത്തെ ദമ്പതികളുടെ കാര്യം വന്ന് അൾത്താരയിൽ നിന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു വിശ്വാസവും ഒരു പ്രത്യാശയും ഒക്കെ എന്നിൽ നിറയാൻ തുടങ്ങി. കാരണം അതുവരെ ചെറിയ ഒരു വിശ്വാസക്കുറവോ എന്തോ ഒക്കെ ഉണ്ടായിരുന്നു, എന്താ ഇതൊന്നും നടക്കാത്തത് എന്ന്. പക്ഷേ അൾത്താരിൽ നിന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞപ്പോൾ ഈശോ ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നീട് ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിലും ഞങ്ങൾ പങ്കെടുത്തു. 2020 ജനുവരി കറക്റ്റ് 1 വർഷം തികയുന്ന വേളയിൽ, ഉടമ്പടി എടുത്ത് 1 വർഷം തികയുന്ന വേളയിൽ ആദ്യത്തെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. പിന്നീട് ആദ്യത്തെ കുഞ്ഞിന് 1 വയസ്സ് കഴിയുമ്പോഴേക്കും തമ്പുരാൻ രണ്ടാമത്തെ കുഞ്ഞിനെ കൂടി ഞങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങളെ അതിനിടയ്ക്കൊക്കെ നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. വയറ്റത്ത് പുരട്ടി, ഇവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ വയറിൻ്റെ മുകളിലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. അതും ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു. പിന്നീട് ഞങ്ങൾ വചനം മുൻനിർത്തി ജീവിക്കാൻ തുടങ്ങി. കാരണം വചനം കാണാപ്പാഠം എഴുതാനും അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനും തുടങ്ങി. ഞങ്ങളുടെ റൂമിൽ പോലും ഞങ്ങൾ ഓരോ വചനം എഴുതിയിട്ടു. അങ്ങനെ വചനത്തെ മുൻനിർത്തി ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ടായി. ഈശോയുടെ വചനം പറയുന്നു, നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം ലഭിക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ അത് നടന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം പിന്നീട് എൻ്റെ നിയോഗങ്ങൾ പോലും മറന്ന് ഞാൻ വചനം കേൾക്കാനുള്ള ഒരു ദാഹം എന്നിലുണ്ടായി. ഇതെല്ലാം ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. എന്നുള്ള വിശ്വാസം വർദ്ധിക്കാനും ഇതുവഴി സാധിച്ചു. ഈ അൾത്താരയിൽ എനിക്ക് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തണമെന്ന് ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജനതകളുടെ മുന്നിൽ ഈശോയെ നിന്നെ ഏറ്റുപറയാൻ എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ എന്നും ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഈ തമ്പുരാൻ്റെ അൾത്താരിൽ നിന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ പരമപരിശുദ്ധനായ ദൈവത്തിനെ, ഏക സത്യദൈവമായ ഈശോയെ ഞാൻ അങ്ങേ ഏറ്റുപറയുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങാണ് ഏക ദൈവവും ഏക സത്യവും എന്ന് ഞാൻ എൻ്റെ ജീവിതം മുൻനിർത്തി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു.